അതിലേക്ക് ഒരു 40 കിട്ടിയുള്ളൂ. റിയാലിറ്റിയിൽ എന്ത് ചെയ്തു? അവള് ഹ്യൂറൻ ഫെയിലായി. So guys, wie ich schon genannt habe, in Telk wird wir haben keine individuelle Mindestzahl. എന്ന് വെച്ചാൽ നമുക്ക് എന്തില്ല, ടെൽക്കിൽ നമുക്ക് റൈറ്റിംഗ് ബേസിൽ നമുക്ക് മൊഡ്യൂൾസിന് ഇൻഡിവിജ്വൽ പാസ് മാർക്കില്ല, നമുക്കൊരു കമ്പൈൻഡ് ടോട്ടൽ മാർക്കും കമ്പൈൻഡ് പാസ് മാർക്കേ ഉള്ളൂ. ഒരു എക്സാം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ അതുല്യ ടെൽക്കിന്റെ എക്സാം എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതുല്യ എന്ത് ചെയ്യുന്നു? എക്സാം എഴുതി. നമുക്കറിയാം നമുക്ക് ലേസന് ടോട്ടൽ മാർക്ക് വരുന്നത് എത്രയാണ്? 1.5, 105. അവൾക്കിപ്പോ ഒരു ലേസന് ഒരു 80 കിട്ടിയെന്ന് വിചാരിക്കാം. എന്താണ്? ലേസന് 80. അപ്പം ബേസിക്കലി റിയാലിറ്റിയിൽ എന്തായി? അതുല്യ ലേസൻ പാസ്സായി അല്ലെ? ഇനി ഹ്യൂറൻ വന്നപ്പം നമുക്ക് എത്ര വേണം? 45 വേണം. ബട്ട് അതിലേക്ക് ഒരു 40 കിട്ടിയുള്ളൂ. റിയാലിറ്റിയിൽ എന്ത് ചെയ്തു? അവള് ഹ്യൂറൻ ഫെയിലായി. സെയിം കോൺടെസ്റ്റ് നോക്കുവാണെങ്കിൽ ഷൈബനില് അവൾക്കൊരു 20 കിട്ടി. അതും റിയാലിറ്റിയിൽ എന്തായി? അതായത് നമ്മൾ ഇൻഡിവിജ്വൽ നോക്കുവാണെങ്കിൽ അവള് ഹ്യൂറനും ഷൈബനും ഫെയിലായി. ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ആണെങ്കിൽ ടെൽക്കിന്റെ എക്സാം ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് എന്ത് മാത്രം മതി? കമ്പൈൻഡ് പാസ് മാർക്ക് മതി. സോ ഇത് നമ്മൾ കൂട്ടുവാണെങ്കിൽ 80+2 നമുക്കൊരു 140 മാർക്ക്. അതായത് നമുക്ക് എത്ര മാർക്കാണ് വേണ്ടത്? 135. ഇവിടെ അവർക്ക് എത്ര കിട്ടി? അതായത് ടെൽക്കിന്റെ എക്സാം ക്രൈറ്റീരിയ പ്രകാരം അതിൽ എന്ത് ചെയ്തു? ലേസനും ഹ്യൂറനും ഷൈബനും പാസ്. അതായത് അതിൽ ഹാർട്ടി പ്രൂഫും ബെസ്റ്റാണ്.